ഡോക്ടർ ആരിഫ് ഹുസൈൻ, നമ്മൾ പലവട്ടം ചർച്ച ചെയ്താണ് കേരളത്തിൻ്റെ ഈ ഒരു മതേതര സ്വഭാവം എന്ന് പറയുന്നത്. മതേതരത്വം എന്നത് തരാതരം പോലെ നിർവചിക്കപ്പെടുന്ന ഒരു ഘട്ടമാണ്. അതിപ്പോൾ കൂടിക്കൂടി വരികയാണ്. നോക്കൂ, ഈ ക്ഷേത്രത്തിൻ്റെ പ്രശ്നം വരുമ്പോൾ പോലും പറയുന്നത് അത് ചില BJP-കാരുടെയും VHP-കാരുടെയും മാത്രം പ്രശ്നമാണ്, ഇതൊരു ഹിന്ദു സമൂഹത്തിൻ്റെ പ്രശ്നമല്ല എന്ന് പറയുന്നു. സെയിൻറ്റ് റീത്താസിൽ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ അതിവിടെ മതേതരത്വം കളങ്കപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് വലിയ വായിൽ നിലവിളിക്കുന്നവർ ഈ ഒരു പ്രശ്നത്തെ ലഘൂകരിച്ച് കാണുകയാണ്. യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ മതേതര സ്വഭാവം ഓരോ ദിവസം ചെല്ലുന്തോറും ഇങ്ങനെ പുനർനിർവചിച്ചുകൊണ്ടേയിരിക്കുകയാണല്ലോ. നമസ്കാരം. കേൾക്കാൻ സാധിക്കുന്നതെന്ന് വിചാരിക്കാം. യെസ്, ഇതിലൊരു മതേതരത്വത്തിനെതിരെയുള്ള ഒരു എന്തെങ്കിലും ഒരു കാര്യം എന്നുള്ളതിനേക്കാൾ ഉപരി ഞാൻ ഇതിനെ കാണുന്നത് നമ്മളെ സമൂഹത്തിൽ ഒരു നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയത്തെ കുറിച്ചാണ് ഞാൻ ഇതിൽ പരാമർശിക്കുക. ആ സംഗതി എന്ന് പറയുന്നത് സെമറ്റൈസേഷൻ ഓഫ് ഹിന്ദുയിസം എന്ന് പറയുന്നതാണ് ഇവിടുത്തെ വിഷയം. മതേതരത്വം അതിനുശേഷം അതിൽ നേരിടുന്ന പ്രശ്നം എന്ന് പറയുന്നത് അതിനുശേഷം മാത്രം നമ്മൾ ചർച്ച ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നന്നാവുക എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? ഇവിടെ ഒരു ആസ് എ ബേസിക് സ്ട്രക്ചർ ഇവിടെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ആ സ്വഭാവം എന്ന് പറയുന്നത് ഇപ്പൊ ഹിന്ദു മതത്തിന്റെ ഒരു കാര്യം നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അതില് ഒരുപാട് കുറ്റങ്ങളും കുറവുകളൊക്കെ നമുക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ട്. ഏത് മതത്തെയും നമുക്ക് ചൂണ്ടിക്കാണിച്ച് പറയാൻ പറ്റുന്ന പോലെ തന്നെയുള്ള പ്രശ്നങ്ങൾ ഉള്ള മതം തന്നെയാണ് ഹിന്ദു മതം എന്ന് പറയുന്നത്. പക്ഷേ അവിടെ അടിസ്ഥാനപരമായിട്ടൊരു വ്യത്യാസമുണ്ട്. ആ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കെ തന്നെ അതിൽ വിശ്വാസികളായിട്ടുള്ള ആളുകൾ അതിനകത്ത് നിന്നും പുറത്തേക്ക് കടക്കാനും അതിന് വേണ്ട മാറ്റങ്ങൾ വരുത്താനും എപ്പോഴും സാധിച്ചിരുന്ന ഒരു സമൂഹമാണ് എന്നത് ഇവിടെ ചരിത്രത്തിൽ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. പല കാരണങ്ങൾ നമുക്ക് അതിനകത്ത് ഉണ്ടാവും. അപ്പൊ ഇവിടെ നടക്കുന്ന എന്താണ്? ഇവിടെ അങ്ങനെ വളരെ ഫ്ലെക്സിബിൾ ആയിട്ട് ഫ്ലൂയിഡ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ജനസമൂഹത്തെയും ആ മതവിശ്വാസത്തെയും ഇന്ന് വളരെ റിജിഡ് ആയിട്ടുള്ള ഇസ്ലാം മതം പോലെ അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റി പോലെ ഒരു വളരെ റിജിഡ് ആയിട്ടുള്ള ഒരു സംഭവമാക്കി ഇതിനെ മാറ്റുന്നു, സെമറ്റൈസ് ചെയ്യുന്നു എന്നതാണ് ഇവിടുത്തെ പ്രധാന പ്രശ്നം. അതിനൊരു അസ് വേഴ്സസ് ദം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്, അതുപോലെ തന്നെ ഇവിടെ എന്താണ് ബ്ലാസ്ഫമി, മതനിന്ദ എന്നൊക്കെ പറയുന്നത് വലിയ പ്രശ്നമായിട്ട് ഹിന്ദു മതത്തിൽ പോലും കൊണ്ടുവരുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നതാണ് ഇവിടെ കാണുന്നത്. ഇന്നിപ്പോ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ വിഷയം നമ്മൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് കാസർഗോഡ്, മലപ്പുറം, അതുപോലെ തന്നെ തിരുവനന്തപുരം, അതായത് കേരളത്തിന്റെ ഓരോ മൂലയിലും നമുക്ക് കാണാൻ പറ്റുന്നത് ഒരേ പാറ്റേണിലുള്ള സംഗതികളാണ്. മൂന്നിടത്തും സംഭവിച്ചിരിക്കുന്നത് ഒരേ വിഷയത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന കാര്യങ്ങളാണ്. അതായത് കാസർഗോഡ് നടക്കുന്നത് എന്താണ്? വെള്ളിയാഴ്ച ദിവസം ഒരു ഇവിടുത്തെ സർക്കാരിന്റെ തന്നെ ഒരു പരിപാടി അതൊരു നടക്കുന്നു എന്ന് കാണുമ്പോൾ അതിനകത്ത് ഒരു ഗുണ്ടായിസം ഇറക്കുകയാണ്. ഇത് വെള്ളിയാഴ്ചയാണ്, നിങ്ങളൊക്കെ മിണ്ടാതിരിക്കണം, ഞങ്ങളുള്ള സ്ഥലത്ത് ഇത് ഞങ്ങളുടെ ഏരിയ ആണ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ഗുണ്ടായിസം കാണിക്കാനുള്ള ഒരു രീതി അത് ഇവിടുത്തെ മുസ്ലിം വിഭാഗത്തിന്റെ തന്നെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു കൂട്ടം ആളുകൾ കാണിക്കുന്നു, SDPI. മലപ്പുറത്തേക്ക് വരുമ്പോൾ അവിടെ ഒരു കലോത്സവത്തിൽ നടക്കുന്ന ഒരു സംഗതി, അതിനെ കുറിച്ചിട്ടുള്ള ആ സംഗതിയെ എതിർക്കുന്നത് പോലും അതിനെന്താ കുഴപ്പം എന്ന് ചോദിക്കുന്നതിന് രീതിയിലേക്ക് വരും. അതായത് ഗണപതി മിത്തും അള്ളാഹു മിത്തല്ലാതെയും ആകുന്ന ആ സംഗതിയുടെ ഒരു റിപ്പീറ്റ് അത് നമ്മളിവിടെ കാണുക. മലപ്പുറത്ത് അത് കാണുകയാണ്. ഇവിടെ തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ അവിടെ ഈ അമ്പലത്തിന്റെ വിഷയം വരികയാണ്. ഇതിലെല്ലാത്തിലും നമ്മൾ കാണുന്നത് ഈ ഒരു സ്വഭാവമാണ്. എനിക്കൊരു 5 മിനിറ്റ് കൂടി തരിക, ഞാനത് കംപ്ലീറ്റ് ചെയ്ത് തരാം. ഇതിൽ ഞാൻ പറയുന്ന ഒരു വിഷയം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ രീതിയിൽ ഇത് പോയി കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുക? തുടക്കത്തിൽ പറഞ്ഞ പോലെ ഫ്ലൂയിഡ് ആയിട്ട് നിന്നിരുന്ന ഒരു സംഗതിയെ വളരെ റിജിഡ് ആയിട്ട് മാറ്റുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രശ്നം. ഇനി ഇവിടെ അമ്പലത്തിന്റെ വിഷയം ഇവിടെ പറയുന്നു. ഇത് ഇവിടെ ചോദിക്കുന്ന സമയത്ത് ഇവിടുത്തെ ഇടതുപക്ഷത്തിന്റെ ആള് ഇരുന്ന് ഒരു ഉളുപ്പില്ലാതെ ഇരുന്ന് പറഞ്ഞ എന്താണ്, അത് ഹിന്ദുക്കൾക്ക് പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല, അത് VHP-കാർക്ക് മാത്രമാണ് പ്രശ്നം ഉണ്ടായത് എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഞാനിവിടെ ചോദിക്കുകയാണ്, അതായത് ഈ പറയുന്ന അമ്പലത്തിൽ വന്ന് പ്രാർത്ഥിച്ചിരുന്നവരും അതിന് ഇപ്പൊ ഇതിന്റെ തുടക്കത്തിൽ കാണിച്ച വിഷ്വലിൽ അവിടെ കണ്ട ആളുകൾ, അവിടുത്തെ ചില വയസ്സായ സ്ത്രീകളൊക്കെ അത് നിന്നിട്ട് കാര്യങ്ങൾ പറയുന്നത് കാണുന്നു. ആ അമ്പലത്തിൽ വന്നുകൊണ്ടിരുന്ന ഭക്തർ എന്ന് വിളിക്കുന്ന ആളുകൾ എല്ലാവരും തന്നെ ഈ പറയുന്ന ഹിന്ദു തീവ്രവാദികൾ, നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞ എല്ലാവരും ഹിന്ദു തീവ്രവാദികളാണ് എന്നാണോ നിങ്ങൾ പറഞ്ഞു വെക്കുന്നത്? അങ്ങനെയാണോ നിങ്ങൾ ഈ വിഷയത്തെ അഡ്രസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഹിജാബ് വിഷയത്തിൽ നിങ്ങൾ ഈ പറയുന്ന ഒരു കുത്തിത്തിരിപ്പുണ്ടാക്കിയ ആളുകളെ അത് കുറച്ച് സുഡാപ്പികളാണ് എന്ന് നാട്ടുകാർ പറഞ്ഞപ്പോൾ അതല്ല, അത് മുസ്ലിങ്ങളുടെ മൊത്തം പ്രശ്നമാണ് എന്ന് പറഞ്ഞിട്ട് അത് മുസ്ലിങ്ങളുടെ ഒരു പൊതുവായ പ്രശ്നമായിട്ട് അവതരിപ്പിക്കാൻ നിങ്ങൾ വല്ലാതെ കഷ്ടപ്പെട്ടത് എന്തിനാണ്? ഇതെനിക്ക് മനസ്സിലാവാത്തത്. ഒന്നാമത്തെ കാര്യം അതാണ്. രണ്ടാമത്തത്, അവിടെ ഒരു കാപട്യം അവിടെ നമുക്ക് കാണാൻ കഴിയുന്നു, നിങ്ങൾക്കും കാണാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ചിന്തിച്ചാൽ ദൃഷ്ടാന്തം ഉണ്ടെന്നാണ് നമ്മൾ സാധാരണ പറയാറ്. ഇനി അടുത്തത്, ഈ പറയുന്ന ഒരു വയലേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ സ്വാഭാവികമായ ഒരു നടപടി എടുത്തു എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ പൂട്ടിയത് എന്നൊക്കെ നിങ്ങൾ പറഞ്ഞു വെക്കുമ്പോൾ ഞാൻ വീണ്ടും ചോദിക്കുകയാണ്, ഇവിടെ ഈ UP-യിൽ അതുപോലെ ആസാമിലൊക്കെ ചില പള്ളികൾ ഇടിച്ചു നിരത്തുന്നതിനെ കുറിച്ച് നമ്മൾ കാണാറുണ്ട്, കേൾക്കാറുണ്ട്. JCB കൊണ്ട് ഇടിച്ച് പൊളിക്കുന്നു. അതുപോലെ അടിസ്ഥാനപരമായിട്ട് ഞാൻ ഈ പറയുന്ന 2 നീക്കങ്ങളോടും എനിക്ക് യോജിപ്പില്ല. കാരണം എന്താണ്, ഇവിടെ ഒരു നിയമവാഴ്ചയുള്ള ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു കോടതിയും സംവിധാനങ്ങളും ഉള്ളപ്പോൾ നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോകുന്നു, കോടതിയിലേക്ക് പോകുന്നു, അവിടെ വെച്ച് തീർപ്പുണ്ടാക്കുന്നു. എന്നിട്ട് നിങ്ങളൊരു
ഒരു നടപടിയിലേക്ക് കിടക്കുക, അത് എന്ത് തന്നെ വിഷയമായാലും എന്നാണ് നമ്മൾ എപ്പോഴും പറയാറുള്ളത്. എന്നാൽ നമ്മൾ ഇവിടെ കാണുന്ന എന്താണ്, കുറച്ച് കൂട്ടം ആളുകൾ തീരുമാനിച്ചൊരു പരിപാടി നടപ്പിലാക്കുന്നത്. അത് കേരളത്തിലായാലും പ്രശ്നമാണ്, അത് ആസാമിലായാലും പ്രശ്നമാണെന്നാണ് ഞാൻ പറയാം. പക്ഷെ ഇവിടെ നിങ്ങൾ എന്താ ചെയ്യുന്നത്, അവിടെ ഇതേപോലെ ഇതേ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് പള്ളികൾ ഇടിച്ചു നിരത്തുമ്പോൾ അത് JCB രാജ് എന്ന് നിങ്ങൾക്ക് വിളിക്കാൻ കഴിയുമ്പോൾ, ഇവിടെ എന്തുകൊണ്ട് ഈ പറയുന്ന നെയ്യാറ്റിൻകരയിൽ ഈ പറയുന്ന പരിപാടി നടക്കുമ്പോൾ അത് നിങ്ങൾക്ക് വളരെ നോർമലാണ്, അതിൽ എന്താ കുഴപ്പം എന്ന് നിങ്ങൾ ചോദിക്കുന്നത് എന്തടിസ്ഥാനത്തിലാണ് എനിക്ക് ചോദിക്കേണ്ടി വരുന്നത്. അവിടെ വീണ്ടും നമുക്ക് ഈ പറയുന്ന പ്രശ്നം കാണാൻ സാധിക്കുന്നു. ഇനി മലപ്പുറത്തെ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഇത് തന്നെയാണ് കാണുന്നത്. അതായത് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഗണപതി മിത്തും അള്ളാഹു മിത്ത് അല്ലാതെയുമാകുന്നത് എന്ത് മാനദണ്ഡം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചോദിക്കുന്നത് അതാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ പറയുന്ന ഹിന്ദു മതത്തിലുള്ള അതിനെക്കുറിച്ചുള്ള വിമർശനങ്ങൾ സാധിക്കുമെങ്കിൽ, ഞാനൊക്കെ അതിനെ പ്രൊമോട്ട് ചെയ്യണമെന്ന് പറയുന്ന ആളാണ്, എല്ലാ മതങ്ങളും വിമർശനത്തിന് വിധേയരാകണമെന്ന് തന്നെയാണ് ഞാൻ പറയാ. പക്ഷെ നിങ്ങൾ എന്താ ചെയ്യുന്നത്, അത് ചെയ്യുന്ന സമയത്ത് അതിനെന്താ കുഴപ്പം, അത് ചെയ്യേണ്ടതാണ്, അതൊരു വലിയ നവോത്ഥാനമാണ് എന്ന് പറയുന്ന ഒരു പ്രവൃത്തിയായിട്ട് മാറ്റുകയും, എന്നാൽ സമാനമായ രീതിയിൽ ഇസ്ലാം മതത്തിനെതിരെ എന്തെങ്കിലും ഒരു വിമർശനം വന്നു കഴിഞ്ഞാൽ അതിനെ പൊതിഞ്ഞു കെട്ടി സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ, അതും വീണ്ടും കാപടിയായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ നാട്ടിൽ പുരോഗമനവാദിയാണ്, വലിയ ബുദ്ധിജീവിയാണ് എന്ന് കാണിക്കാനുള്ള ഒരു എളുപ്പ വഴി എന്താണ്, ഹിന്ദു മതത്തിന് രണ്ട് തെറി പറയാ, നിങ്ങൾ വലിയ ബുദ്ധിജീവിയാവും. അതോടൊപ്പം തന്നെ നിങ്ങൾ വലിയ ഒരു ഇസ്ലാമിനെ പൊതിഞ്ഞു കെട്ടുന്ന ഒരു കാര്യം കൂടി ചെയ്തു വെച്ചാൽ നിങ്ങൾക്ക് വലിയ മാനവിക പരിവേഷം കൂടി കിട്ടും. ഇതാണ് നമ്മൾ ഇവിടെ കാണുന്ന ഒരു ഷോർട്ട് കട്ട്. ഇതൊരു കുറുക്ക് വഴിയായിട്ട് മാറിയിരിക്കുകയാണ്. അങ്ങനെയല്ല, നിങ്ങൾ പുരോഗമനവാദിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ മതത്തെയും വിമർശിക്കാൻ സാധിക്കണം. ഇവിടെ ഞാൻ ഇത് പറയുമ്പോൾ ചില ആളുകൾ വിചാരിക്കും ഹിന്ദു മതത്തെ തൊടാൻ പേടിയത്. ഈ ഹിന്ദു മതത്തെ വിമർശിച്ചും സിനിമ എടുത്തും തന്നെ മുന്നോട്ട് പോയിട്ടുള്ള ഒരു രാജ്യത്ത് ആ നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ ആലോചിക്കുക, നിർമാല്യം പോലെയുള്ള മൂവികളെ കുറിച്ചൊക്കെ നമ്മൾ പറയാറുണ്ട്. 1970കളിൽ നടന്നിട്ടുള്ള കാര്യമാണ് പറയുന്നത്. രംഗീല റസൂലും ആ സംഭവത്തിലേക്ക് നടന്നിട്ടുള്ള പഴയ വിഷയത്തിലേക്ക് നിങ്ങൾ പോവുക. അതായത് കൃഷ്ണനെയോ അല്ലെങ്കിൽ സീതയോ ഒക്കെ വളരെ മോശമായിട്ട് ചിത്രീകരിക്കുന്നു. അതിന് മറുപടിയായിട്ട് എഴുതിയത് എന്താണ്, മറ്റൊരു രംഗീല റസൂലാണ് എഴുതിയത്. പ്രിന്റ് മാധ്യമം അത് ഉപയോഗിച്ച് തന്നെയാണ് അവിടെ മറുപടി കൊടുത്തത്, അല്ലാതെ കൊലവിളിയല്ല. പക്ഷെ രംഗീല റസൂൽ എഴുതി കഴിഞ്ഞപ്പോൾ നിങ്ങൾ എന്താ ചെയ്തത്, നടു റോഡിലേക്ക് ഇറങ്ങി. അവിടെ സ്ട്രീറ്റ് വയലൻസ് ആണ് നിങ്ങൾ എടുത്തത്. അത് എഴുതിയ ആളെ തല്ലാനും കൊല്ലാനും വേണ്ടി നിങ്ങൾ നിന്നു, അയാളെ കൊന്നു. അതാണ് നിങ്ങൾ ചെയ്തത്. അപ്പോ നിങ്ങളുടെ കയ്യിൽ ഈ പറയുന്ന മതനിന്ദ എന്ന് പറയുന്ന വിഷയം വരുമ്പോൾ നിങ്ങൾ എന്താ ചെയ്തിട്ടുള്ളത്, നിങ്ങൾ വയലൻസ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോ വയലൻസ് എടുക്കാതെ നിന്നിട്ടുള്ളത് ആരാണ്, അത് ഇവിടുത്തെ ഹിന്ദു മതം തന്നെയാണ്. അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോയേ പറ്റുള്ളൂ. ആ കാലഘട്ടത്തിൽ നിന്ന് മാറിയിട്ട് ഇന്നിപ്പോ ഒരു സിനിമ നമുക്ക് ഹിന്ദു മതത്തിനും ഇറങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ കൊണ്ടെത്തിച്ചത് ആരാ, അത് നിങ്ങളാണ്, ഈ പറയുന്ന ഇസ്ലാം മത തീവ്രവാദികൾ തന്നെയാണ്. അപ്പൊ തീവ്രവാദികളെ പറയുമ്പോൾ തീവ്രവാദികളാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കണം. അത് പറയാതെ അത് മുഴുവൻ വിശ്വാസികളുടെ മണ്ടയിലേക്ക് വെച്ചിട്ട് രക്ഷപ്പെടുന്ന അവസ്ഥ നമ്മളിവിടെ കാണുന്നു. എന്നാൽ അതേ നിങ്ങൾ ഈ പറയുന്ന ഹിന്ദു മത വിശ്വാസികളുടെ പ്രശ്നം എന്ന് പറയുന്നിടത്ത് അവിടെ നിങ്ങൾ എന്ത് കാണുന്നു, അവിടെ നിങ്ങൾ ഉടനെ അത് BHP-കാരാണ്, അത് ഹിന്ദു തീവ്രവാദികളാണ് എന്ന് പറഞ്ഞിട്ട് അതിൽ ന്യായം കണ്ടെത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. എന്തിനാണ് ഈ ഒരു കുത്തിത്തിരിപ്പ് നടത്തുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. അപ്പൊ നിങ്ങളുടെ യഥാർത്ഥത്തിലുള്ള പ്രശ്നം വിഷയത്തെ അഡ്രസ് ചെയ്യാൻ കഴിഞ്ഞില്ല. ഇവിടെ നിങ്ങൾ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്സ് ഇവിടുത്തെ ഇടതുപക്ഷക്കാരോടാണ് എനിക്ക് പറയുന്നത്. സത്യത്തിൽ ഇവിടെ BJP-യെ വളർത്തുന്നത് നിങ്ങൾ തന്നെയാണ്. ഞാൻ എപ്പോഴും പറയുന്നു, ഇവിടെ ഒരു തവണയും കൂടി നിങ്ങൾ ഇവിടെ ഭരിച്ചാൽ അടുത്ത തവണ ഇവിടെ ഭരണത്തിൽ കയറാൻ പോകുന്നത് BJP തന്നെ ആയിരിക്കും. ഒരു സംശയം വേണ്ട. കാരണം നിങ്ങൾ അത്രമാത്രം ഈ വ്യത്യാസങ്ങൾ, നിങ്ങളുടെ ഇരട്ടത്താപ്പുകൾ ഇന്ന് സമൂഹത്തിൽ വലിയ തോതിൽ ഇവിടെ പ്രചരിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. അത് ആളുകൾക്ക് വ്യക്തമാക്കി കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ തരം ഇത്തരത്തിലുള്ള കുൽസിത പ്രവൃത്തികൾ ഇന്ന് നാട്ടുകാർക്ക് മനസ്സിലാക്കാം. കാരണം നിങ്ങളെക്കാൾ ബോധമുള്ള ആളുകളാണ് ഇന്ന് ബാക്കിയുള്ള ജനങ്ങൾ. അത് നിങ്ങൾ മനസ്സിലാക്കും. പണ്ടൊക്കെ പറയാറുണ്ട് ഈ പൊതുജനമാണ് കഴുതാന്ന്. ഇന്ന് സത്യത്തിൽ ഞാൻ പറയാ, ഇവിടുത്തെ രാഷ്ട്രീയക്കാരാണ് ഇവിടുത്തെ കഴുതുകൾ. അതിൽ തന്നെ ഇതുപോലുള്ള ഇടതുപക്ഷത്തിരിക്കുന്ന പുത്തിജീവികൾ എന്ന് പറയുന്ന ആളുകളാണ് യഥാർത്ഥത്തിലുള്ള കഴുതകൾ. ആളുകൾക്ക് ബോധമുള്ള മനുഷ്യന്മാര് ഇവിടെ വലിയ ഒരു ഭൂരിപക്ഷം ഉണ്ട്. അത് നിങ്ങൾ ഇനിയെങ്കിലും തിരിച്ചറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഈ വിഷയം ഉണ്ടാവും. നിങ്ങൾ മതേതരത്വത്തെ രക്ഷിക്കണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. അതിന് നിങ്ങളെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല എന്ന് എനിക്കറിയാം. നിങ്ങൾ ഏറ്റവും മിനിമം ചെയ്യേണ്ടത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ വളരെ ഫ്ലൂയിഡായിട്ട് എല്ലാ മതങ്ങളെയും സ്വീകരിച്ചും, നിങ്ങൾ തന്നെ ഹിന്ദു മതത്തെ കുറെ പുകഴ്ത്തിയല്ലോ, ഇങ്ങനെ എന്താ കീർത്തനം ഓഫാക്കി എന്നൊക്കെ പറഞ്ഞു. ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുകയാണ്. ഒരു ഹിന്ദു പ്രചരണം എന്തെങ്കിലും ഒരു പരിപാടി നടക്കുമ്പോൾ ബാങ്ക് ഒരെണ്ണം നിങ്ങൾക്ക് ഓഫാക്കി കാണിക്കാൻ പറ്റുമോ? ഞാനതാ നിങ്ങളോട് വലിയ തോതിൽ ചോദിക്കുന്നത്. നിങ്ങൾക്ക് എന്തുകൊണ്ട് ആ കീർത്തന സമയമാണ്, നമുക്ക് ഇന്ന് മഗ്‌രിബ് ബാങ്ക് കൊടുക്കണ്ട എന്നൊന്ന് തീരുമാനിക്കാൻ ഏതെങ്കിലും ഒരു മുസ്ലിം പള്ളിയെ കൊണ്ട് നിങ്ങൾക്ക് ഒന്ന് തീരുമാനം എടുപ്പിച്ച് കാണിക്കാൻ പറ്റും? ഏറ്റവും മിനിമം പോട്ടെ, നിങ്ങൾ ഇവിടുത്തെ ഭരണ കക്ഷിയുടെ ആളാണല്ലോ. ഈ ബാങ്ക് ആയാലും ഈ പറയുന്ന കീർത്തനമായാലും രണ്ടും നടത്തിക്കൊണ്ടിരിക്കുന്നത് നിരോധിക്കപ്പെട്ട കോളാമ്പികൾ ഉപയോഗിച്ചിട്ടാണ്. ഇന്നത്തെ ഇന്ത്യൻ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ അത് ഇല്ലീഗലാണ് അത് ഉപയോഗിക്കുന്നത്. അതിനെതിരെ ഒരു നടപടി എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും? കോളാമ്പി നിരോധിച്ച സാധനമാണ്, അത് ഉപയോഗിക്കാൻ പാടില്ല, നമ്മൾ ബോക്സ് മാത്രം ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു പള്ളിയെ കൊണ്ട് അത് റിമൂവ് ചെയ്യിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റുമോ? ഇല്ല. അപ്പൊ ഈ നിയമവിരുദ്ധതയ്ക്കെതിരെ പോരാടും എന്നൊക്കെ പറയുന്ന നിങ്ങൾ സത്യത്തിൽ ഈ 5 നേരം മൈക്ക് വെച്ച് ഈ കോളാമ്പിയിലൂടെ ഒഴുക്കിക്കൊണ്ടിരിക്കുന്ന ഈ ബാങ്ക് വിളിക്കെതിരെ പോലും ഒരു ചെറിയ വിരൽ പോയിട്ട് ഒരു രോമം പോലെ ഇളക്കാൻ നിങ്ങൾക്ക് കഴിയാത്ത ആളുകളാണ് ഇവിടെ ഇരുന്നിട്ട് വലിയ ഗീർവാണ് അടിക്കുന്നതെന്നാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അപ്പൊ ഞാൻ നിങ്ങളോട് ഒറ്റ കാര്യം പറയുന്നുള്ളൂ, നിങ്ങൾ ഹിന്ദു മതത്തിന്റെ മഹത്വം നിങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ തിരിച്ച് ഒരൊറ്റ ചോദ്യം ചോദിക്കുകയാണ്. ആ രീതിയിൽ ആ ഒരു മഹത്വം ഇസ്ലാമിനുണ്ടോ ഇല്ലേ?
ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന കീർത്തനം നടക്കും. എല്ലാ തവണയും കീർത്തനമാണല്ലോ നമ്മൾ മഗ്‌രിബ് ബാങ്കിന് ഓഫാക്കാറ്, ഇനി മുതൽ നമുക്ക് മഗ്‌രിബ് ബാങ്ക് ഒന്ന് ഓഫാക്കാം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അവരെ കൊണ്ട് ഒരു തീരുമാനം എടുപ്പിച്ചൊന്ന് കാണിക്കൂ. ഇതാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്. അപ്പൊ അതുകൊണ്ട് വലിയ ഈ തരത്തിലുള്ള കാപട്യം ഇറക്കിക്കൊണ്ട് സമൂഹത്തിൽ ഈ പറയുന്ന ഹിന്ദു മതത്തിന്റെ സെമറ്റൈസേഷന് നിങ്ങൾ കൂടുതൽ വഴിവെക്കരുത് എന്നുള്ളത് മാത്രമാണ് എന്റെ ഒരു അഭ്യർത്ഥന. മതേതരത്വത്തെ രക്ഷിക്കാനൊന്നും നിങ്ങളെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല. അത് ബോധമുള്ള ആളുകൾ വേറെ ആൾക്കാർ ചെയ്തോളൂ. ഓക്കെ.